ഹായ് ഡേ ജെയ് ആസ്പിരൻസ്. രണ്ടാമത്തെ ജെയ് മെയിൻസ് ഷിഫ്റ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ടും വന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളെല്ലാവരും അറിയാം. ജെയ് അഡ്വാൻസ് എഴുതാൻ ക്വാളിഫൈഡ് ആയ കുട്ടികളോടാണ് ആദ്യം പറയാനുള്ളത്. നമുക്ക് സന്തോഷിക്കാനുള്ള സമയമുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ജെയ് അഡ്വാൻസ്ഡ് പ്രിപ്പറേഷന് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അഡ്വാൻസിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പം മെയിൻസിന് നമുക്ക് ഷോർട്ട് ഇക്വേഷൻസും അതുപോലെ തന്നെ ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ടാണ് ജെയ് മെയിൻസ് എക്സാമിനേഷൻ പോകുന്നത്. നമ്മൾ കുറേ പ്രീ വൈക്യൂ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തൊരു രീതിയും അത് തന്നെയാണ്. പക്ഷേ അഡ്വാൻസ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അഡ്വാൻസിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതും അതേപോലെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതും ഒരു ട്രഡീഷണൽ രീതിയിലല്ല. പി വൈ ക്യൂ സോൾവ് ചെയ്താൽ നമുക്ക് ഒരിക്കലും പി വൈ ക്യൂ പോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് അഡ്വാൻസിനെ എക്സ്പെക്ട് ചെയ്തിട്ട് പി വൈ ക്യൂ സോൾവ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ദെൻ പി വൈ ക്യൂയിലൂടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരു മെത്തേഡ് എന്താ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെറിവേഷൻസ്, ഓരോ ഇക്വേഷൻസ്, എൻഡ് ഇക്വേഷൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. ആ ഡെറിവേഷൻ്റെ ഇടയിലുള്ള ഓരോരോ സ്റ്റെപ്പിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നോർമലി പഠിക്കുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സുകളല്ലാതെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സോ എനർജിയോ ഒക്കെ അവർ ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ അവർ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് അങ്ങനെയെങ്കിൽ ഇങ്ങനെ സോൾവ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പം നന്നായിട്ട് +1 +2 എല്ലാ ഫിസിക്സിലെ ഡെറിവേഷൻസും കോൺസെപ്റ്റും കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് എൻഡ് ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ആ ഇക്വേഷൻ വന്ന വഴിയൊക്കെ പഠിച്ച് മുമ്പോട്ട് പോകണം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ജെയ് അഡ്വാൻസ് ഒരു വിദ്യാർത്ഥിയുടെ കരിയറിൽ 2 തവണ മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. അത് തന്നെ കോൺസിക്യൂട്ടീവായ 2 years. +2 ബോർഡ് എക്സാം രജിസ്റ്റർ ചെയ്ത അതേ വർഷവും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത വർഷവും. ജെയ് മെയിൻസ് 3 തവണ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിൽ 1 തവണ നിങ്ങൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കാതെ പോയ കുട്ടികൾ, ഇപ്പം നിങ്ങൾക്ക് ഇതിനേക്കാൾ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന കോൺഫിഡൻസ് ഉള്ളവർ, ഇപ്പോൾ ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സാമിൻ്റെ രീതി എങ്ങനെയാണ്, ഇതിൽ കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്താൽ എനിക്ക് പറ്റും, അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത കുട്ടികൾ നമ്മളോട് അല്ലാണ്ട് തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്ന കുട്ടികളോടാണ് നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ ശരിക്കും അടുത്ത വർഷം എഴുതാൻ പറ്റും. അപ്പോൾ +2നോടൊപ്പം തന്നെ പഠിച്ചെഴുതുമ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാനോ പെർഫോം ചെയ്യാനോ സാധിച്ചിട്ടുണ്ടാവില്ല. അത്തരം കുട്ടികൾക്ക് നിങ്ങൾ ഒരിക്കലും ആ ഒരു ചാൻസ് വിട്ട് കളയരുത്. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിദ്യാർത്ഥിയുടെ കരിയറിൽ +2 എഴുതിയ അതേ വർഷവും അതിൻ്റെ തൊട്ടടുത്ത 2 വർഷങ്ങൾ മാത്രമേ ജെയ് മെയിൻസ് എഴുതാൻ സാധിക്കുകയുള്ളൂ. നീറ്റ് പോലെ മറ്റ് പല എൻട്രൻസ് എക്സാം പോലെ ഒരുപാട് ചാൻസ് നമുക്കില്ല. ജെയ് മെയിൻസിനെ സംബന്ധിച്ചിടത്തോളം 3 ചാൻസേ ഉള്ളൂ. അപ്പം ഇനി വരാനുള്ളത് നിങ്ങളുടെ ഡു ഓർ ഡൈ ചാൻസ് ആയിട്ട് കാണണം. ഇത് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആസ് എൻ എഡ്യൂക്കേറ്റർ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ആ ഫോക്കസ് ചെയ്തൊരു വർഷം ഇൻറ്റൻസീവായിട്ട് നിങ്ങൾ പഠിച്ച് ക്രാക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വർഷം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ അഡ്വാൻസ്ഡ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇൻറ്റൻസീവായിട്ട് അത് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നിലവിലെ പെർസെൻറ്റൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾ ഏതൊക്കെ ക്യാമ്പസിൽ കിട്ടും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അവെയർ ആയിരിക്കണം. അതിൻ്റെയൊക്കെ വീഡിയോസ്, ഇൻഫോർമേറ്റീവായ വീഡിയോസ് വരും ദിവസങ്ങളിൽ ഈ ചാനൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പെർഫോമൻസ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. അടുത്ത വർഷം അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.